ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് അയില വെച്ചിട്ടാണ്. ഇതിനെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് ആവശ്യമുള്ള അയില എടുക്കുക. ഞാനിപ്പോൾ ഒരു 4 അയില ഉണ്ടാകുന്നു. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്ത് പുളി, ഒരു ലേശം പുളിയും പിന്നെ 2 കുടംപുളി ഇട്ടിട്ടുണ്ട്. ചെറുതാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചെറിയ ഉള്ളി, കറിവേപ്പില, ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ. ഇത്രയും ചേരുവകളുള്ളൂ. ഇതിന് മല്ലി അങ്ങനെയൊന്നുമില്ല. വളരെ എളുപ്പമാണ്, വളരെ ടേസ്റ്റിയാണ്. അപ്പം നമുക്കിത് കറി വയ്ക്കുന്നതെന്ന് നോക്കാം. ഇപ്പം ഞാനിത് അയില കട്ട് ചെയ്തിട്ടുണ്ട്, ഇതിനകത്ത് വയ്ക്കുകയാണ്. ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല, അവിടെ ചട്ടി അടുക്കി വെച്ച് എടുക്കുക. ഇതിനകത്ത് ഇപ്പോൾ ഈ കുറച്ച് പീസേ ഉള്ളൂ. അതിനകത്ത് ടേബിൾ സ്പൂണാണിത്. പൊടി ഞാൻ ഇപ്പോൾ 2 ടീസ്പൂൺ ഇട്ട് 3 ടീസ്പൂൺ മുളക് പൊടി, ഇതിനകത്ത് ഒരു 1/2 ടീസ്പൂണകത്ത് മഞ്ഞൾപ്പൊടി, പിന്നെ ഇത് 1 ടീസ്പൂൺ മുളക് പൊടി കുറവാണ്, അത് കുരുമുളക് പൊടി. പിന്നെ നമുക്ക് വേണ്ടത് ചുമന്നുള്ളിയാണ്. ഞാനൊരു 6 അല്ലി ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ക്രഷ് ചെയ്തിടണം, ചതച്ചിട്ടിടണം. അതുപോലെ തന്നെ കറിവേപ്പില ഇതും കൂടെ ചതച്ചിട്ടിടണം. അപ്പോൾ നമുക്ക് ചതച്ചെടുത്തിട്ട് വരാം. നമുക്ക് ഉള്ളി ഒന്ന് നല്ലപോലെ ചതച്ചെടുക്കാം. മിക്സിയിലൊന്നും വെച്ചിട്ട് കല്ല് വെച്ച് തന്നെ ചതയ്ക്കാം. അരവെല്ലൊക്കെ ഇട്ടുണ്ടെങ്കിൽ അതിനകത്ത് ചതച്ചെടുത്തത്. ഞാൻ ചതച്ചെടുത്ത് കറിവേപ്പിലയും കൂട്ടി ചതച്ചെടുത്താണ്. അപ്പോൾ ഇതിനകത്ത് ചേർക്കാം. ഇനി നമുക്ക് ചേർക്കേണ്ടത് പുളിയാണ്. പുളി ഒരു ലേശം പുളിയാണ്, ചെറിയൊരു പുളി എടുത്തിട്ടുള്ളത്. 2 പുളി. നമ്മൾ തിളച്ചൊക്കെ തീരുമ്പോഴത്തേക്ക് ആ പുളി എടുത്ത് മാറ്റാം. നല്ല ഒരുപാട് പുളി കൂടി നിൽക്കരുത്. ഇതിന് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഞങ്ങളുടെ നാട്ടിലിത് മുളക് ഉള്ളി വറ്റിച്ചെടുത്തതാണെന്ന് പറയുന്നത്. നിങ്ങളിത് എല്ലാവരും ചെയ്ത് നോക്കുക, വളരെ ടേസ്റ്റാണ്. ഒരുപാട് ചേരുവകളൊന്നും ഇല്ല. ഇതിനാവശ്യത്തിന് ഒരുപാട് വെള്ളം വയ്ക്കേണ്ട. ഈ മീൻ പൊങ്ങിക്കിടക്കുന്ന രീതിയിൽ വെച്ചാൽ മതി. പിന്നെ നമുക്ക് ചെയ്യുന്നത് വെച്ചാൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് അടച്ച് വെച്ച് വേവിക്കും. ഗ്യാസ് ഞാൻ ഓൺ ചെയ്തില്ല. ഗ്യാസ് ഓൺ ചെയ്യണം. എന്നിട്ട് അടപ്പ് വെച്ചിട്ട് വയ്ക്കും. അപ്പോൾ നമ്മുടെ അയിലക്കറി റെഡിയായിട്ടുണ്ട്. അയില വറ്റിച്ചത്. ഇതിനകത്തൊരു ടേബിൾ സ്പൂണകത്ത് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇത് സെർവ് ചെയ്യേണ്ടത്. കാരണം അത് എല്ലാം ഈ എണ്ണയും എല്ലാം പിടിച്ചു വെക്കണം. ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ അടിപൊളിയായിട്ടുള്ള ഈ ഡിഷ് തയ്യാറാക്കി നോക്കൂ. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഇതിൻ്റെ കമൻ്റ് അറിയിക്കുക. ഇതൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.